ഹായ് എല്ലാവർക്കും ലേമല്ലോന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശനിയാഴ്ച വൈകുന്നേരത്ത് എന്ത് ചെയ്യാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അച്ഛൻ വിളിച്ച് ഒരുപാട് പേരിൻ്റെ അങ്ങോട്ട് കടത്തിവിടാൻ തുടങ്ങിയിട്ടുണ്ട്, ഓൺലൈൻ ബുക്കിംഗ് ആണ്, അപ്പോൾ ഒന്ന് ബുക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ടൈമിൽ ശരി എന്നാ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആധാറിൻ്റെ കാർഡും മറ്റേ ഫോട്ടോ ഉണ്ടായിരുന്നുള്ളൂ, ഒറിജിനൽ ഉണ്ടായിരുന്നില്ല. നേരെ വിനുവട്ടിനെ അയച്ചു കൊടുത്ത് വിനുവട്ട ഒന്ന് ബുക്ക് ചെയ്ത് തരികയും പറഞ്ഞു. എവിടേക്കാ? ഗുരുവായൂർ. ഗുരുവായൂരപ്പനെ കണ്ടിട്ട് ഏതാണ്ട് കൊറോണയ്ക്ക് മുമ്പ് പോയതാണ്. കൊറോണ തുടങ്ങിയ പിന്നെ പോയിട്ടേ ഇല്ല. അപ്പോൾ കൊറോണ കാലത്ത് ഗുരുവായൂരപ്പനെ കാണാതിരിക്കുന്നത് ശരിയില്ലല്ലോ, നമ്മുടെ കൃഷ്ണനെ കാണാതിരുന്ന നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ബുക്ക് ചെയ്യാൻ പറഞ്ഞു. ആൾ ബുക്ക് ചെയ്ത് തന്നു. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ടൈമും കിട്ടി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ആ പൂക്കും അവിടുത്തെ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ വീഡിയോൻ്റെ ഉദ്ദേശം. ബാക്കി കാര്യങ്ങളൊന്നുമില്ല. ഇനി നേരെ തിങ്കളാഴ്ച രാവിലെ ഏതാണ്ട് ഒരു 8-8:30 ആകുമ്പോഴാണ് പോകുന്നത്. ആ ടൈമിൽ കാണാം. അപ്പോൾ നമ്മൾ യാത്ര പോകാൻ പോവാണ്. നമ്മൾ എവിടേക്കാണ് പോകുന്നത്, എന്തിനാ പോകുന്നതെന്നൊക്കെ ഇപ്പോൾ നിങ്ങൾ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാകും. ഇനി ഒന്നും കൂടി പറയുന്നില്ല. നമ്മൾ ഏതാണ്ട് സമയമെടുത്ത് നമുക്ക് പോകാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. 8:30 തന്നെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ്. അപ്പോൾ ബ്ലോക്കൊന്നുമില്ല. 11 മണിക്കാണ് അവിടെ ടൈം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 8:30 പോയി എന്ന് വെച്ചാൽ ഏതാണ്ട് ടൈം കറക്റ്റായിരിക്കും. പിന്നെ കുതിരാനൊന്നും പേടിക്കാനില്ല. 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കുതിരാൻ കിടക്കാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ ആ കാഴ്ചകളൊക്കെ നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തതാണ്. അതെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുകയാണ്. 11 മണിക്കും 11:15 നമുക്ക് ടൈം കിട്ടിയിരിക്കുന്നത്. 4 പേരാണ് പോകുന്നത്. അല്ല, ഒരാൾ 65 വയസ്സിന് മേലെയുള്ള ആളാണ്. അപ്പോൾ ആളെങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ 2 വാക്സിൻ എടുത്തിട്ട് 14 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ആൾ 1 മാസത്തിൻ്റെ അടുത്തായി വാക്സിൻ എടുത്തിട്ട്. അപ്പോൾ ആൾക്ക് പോകാനുള്ള പെർമിഷൻ ഉണ്ട് നമ്മൾ നോട്ടിഫിക്കേഷനിൽ. അത് കൃത്യമായിട്ട് കണ്ടതുകൊണ്ട് മാത്രമാണ് പിന്നീടാണ് 2ാം തവണ ബുക്ക് ചെയ്തത്. അപ്പോൾ ഒരേ സമയത്ത് കിട്ടുകയും ചെയ്തു. അപ്പോൾ നമ്മൾ 4 പേരാണ് പോകുന്നത്. അപ്പോൾ മൊബൈൽ കടത്തിവിടെ എന്നൊന്നും അറിയില്ല. അപ്പോൾ കൃത്യമായിട്ട് അവിടുത്തെ അന്തരീക്ഷം മനസ്സിലാക്കിയിട്ട് മാത്രമേ അവിടുത്തെ കാഴ്ചകൾ പകർത്താൻ പറ്റുള്ളൂ. അവിടുത്തെ കാഴ്ചകളിനേക്കാൾ കൂടുതൽ അവിടുത്തെ രീതി എങ്ങനെയാണ്, നമ്മളിപ്പോൾ ബുക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കിടക്കാനുള്ള എന്തൊക്കെ രീതികളാണ് എന്നെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതെന്തായാലും കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിചാരം. അപ്പം എന്തായാലും നമുക്ക് സമയം വൈകിപ്പിക്കുന്നില്ല, നമുക്ക് പോകാനായി 8:30 അടുത്തായി. അപ്പോൾ ബാക്കിയുള്ളവരും കൂടി വന്നാൽ നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയ ശേഷം നമുക്ക് കാണാവുന്നതാണ്. അതുവരെയും
ഇപ്പോൾ ദർശനം കഴിഞ്ഞ് നമ്മൾ എത്തിയിരിക്കുന്നു. ഇപ്പോൾ അവിടെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും അവിടെ പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം വീടെത്തിയിട്ട് വിശദമായിട്ട് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ഏതാണ്ട് 10:45 ഗുരുവായൂർ എത്തിയതാണ്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കിടന്നു. നമ്മൾ വൈകി നിൽക്കുന്ന അടികളിൻ്റെ അവിടെയാണ്. അവിടെ പോയി അപ്പോൾ അവർ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള പേപ്പർ, നമ്മൾ ലിസ്റ്റുള്ള ആ പേപ്പർ മാത്രം നോക്കി 65 വയസ്സിന് മേലെയുള്ളവനെ നിർബന്ധമായിട്ടും 2 വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നുള്ള പേപ്പറും കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും വേണ്ട. നമ്മളിപ്പോൾ 65 വയസ്സിന് താഴെയാണെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്ത പേപ്പർ മാത്രം മതി. അതിന് മേലെയാണെന്ന് വെച്ചാൽ വാക്സിൻ എടുത്തിട്ടുണ്ട് എന്നുള്ള പേപ്പറും കൂടി കൈവയ്ക്കണം. അപ്പോൾ ഇത് നോക്കിയിട്ട് അഴിക്കുള്ളിൽ കിടന്നു. അഴിക്കുള്ളിൽ ഒരു 30 പേരിൻ്റെ അടുത്ത്, അത്രയും വലുതാണല്ലോ, ഒരു 20-30 പേരിനുള്ളിൽ മാത്രമേ അഴിക്കുള്ളി നിർത്തിയിട്ടുള്ളൂ. പക്ഷേ ഉള്ളിക്ക് തുറന്നു വിടുന്നത് 15-20, അത് അതിൽ കൂടുതൽ തുറന്നു വിടുന്നില്ല. അങ്ങനെയാണ് തുറന്നു വിടുന്നത്. ദർശനം പറഞ്ഞ നേരെ ഇപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നടന്നു. ശ്രീ ഗോപുരത്തിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റിയില്ല. സ്വർണ്ണത്തിൻ്റെ ആ ഗോപുരത്തിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റിയില്ല. ഗുരുവായൂരപ്പനെ നേരിട്ട് പോയി കാണാൻ പറ്റിയില്ല. പക്ഷെ അത് ഓടി നിന്ന് ആ ഗോപുരത്തിൻ്റെ മുമ്പിൽ നിന്ന് വന്നിട്ടാണ് കാണുന്നത്. ഉള്ളിക്ക് ആരെയും, നമ്മളിന് മാത്രമല്ല ആരെയും കടത്തി വിടുന്നില്ല. കൊറോണ ആയതുകൊണ്ട് തന്നെ ആരെയും കടത്തി വിടുന്നില്ല. അപ്പോൾ കുറച്ച് ദൂരത്തു നിന്നാണെങ്കിലും തിരക്കില്ലാതെ കൺകുളിർക്ക് കാണാൻ സാധിച്ചു. അത് തന്നെ പറയണം. പിന്നെ പറയുകയാണെങ്കിൽ ദർശനം വയ്ക്കൽ, വലം ഫുള്ളായിട്ട് വയ്ക്കാൻ പറ്റില്ല. പകുതിയൊക്കെ ചുറ്റാൻ പറ്റില്ല, ഫുള്ളായിട്ട് ചുറ്റിയിട്ടില്ല, പകുതിയൊക്കെ ചുറ്റിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ വെളിയിലേക്ക് പോകണം. വെളിയിലേക്ക് പോയി എന്ന് വെച്ചാൽ ഇതൊക്കെ കൃത്യമായിട്ട് ക്വാറന്റൈൻ എന്താ പറയുക, സാമൂഹിക അകലവും കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ആൾക്കൂട്ടം എന്നുള്ള ഒരു ഇതും ഉണ്ടായിരുന്നില്ല. പക്ഷെ പ്രസാദം വാങ്ങാൻ പോയി. അപ്പോൾ ഉള്ളിലല്ല, അത് സാധാരണ നമ്മൾ ഉള്ളിൽ നിന്ന് വാങ്ങുക, പക്ഷെ അത് വെളിയിലാണ്. വെളിയിൽ പോയി ക്യൂ നിൽക്കുന്ന സമയത്ത് അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഈച്ച കുത്തും പോലെയാണ് ആൾക്കാർ. നമ്മൾ മലയാളികളിൽ എത്ര പറഞ്ഞാലും എന്താ പറയുക, കുറച്ചൊക്കെ തെറ്റിക്കണം. അല്ലാതെ ഇരുന്ന മലയാളി എന്ത് മലയാളിയാ, മലയാളി മാസല്ലേ. അപ്പോൾ അവിടെ കൃത്യമായിട്ട് എന്താ ഒരു തടിച്ചുകൂടി നിൽക്കും പോലെയൊക്കെ ആയിരുന്നു. പിന്നെ അവസാനമാകുമ്പോഴാണ് സെക്യൂരിറ്റി വന്നിട്ട് മൊത്തം പിന്നെയും മാറ്റി വിട്ടത്. അപ്പോൾ അവിടെ മാത്രമേ ഒരു കുറവ് കണ്ടുള്ളൂ, ബാക്കിയൊക്കെ സെറ്റാണ്. കൃത്യമായിട്ട് സാമൂഹിക അകലവും കാര്യങ്ങളൊക്കെ പാലിച്ച് തന്നെയാണ് നമ്മൾ തുടക്കം മുതൽ അവസാനം വരെയുള്ളത്. അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ പ്രസാദം വാങ്ങുന്ന അവിടെ ആ ഒരു പ്രശ്നം, അത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ദർശനം കാര്യങ്ങളൊക്കെ സുഖമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗുരുവായൂരിലേക്കുള്ള യാത്രൻ്റെ ഒരു വിശേഷം എന്ന് പറയുന്നത്. സുഗമമായ ഒരു ദർശനം അത് സാധ്യമാണ്. പക്ഷേ ഒരുപാട് അടുത്ത് പോയി കാണാൻ പറ്റില്ലെങ്കിൽ കുറച്ച് ദൂരെയാണ് കാണാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കുഴപ്പമില്ല, നല്ല ദർശനമാണ്. താല്പര്യമുള്ളവർക്ക് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് പോകാം. അതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുക്കുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോണ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.